ചോദിച്ചു. അപ്പൊ ഈ ഒച്ച ആര് കേൾക്കാതിരിക്കാൻ വേണ്ടി ഒരു ഡബിൾ മുണ്ട് മേടിച്ച് വായിൽ തിരികേറ്റിയതാണ്. പിന്നെ ഈ മോചനദ്രവ്യം ആവശ്യപ്പെടുമ്പോ ആ ഡബിൾ മുണ്ടിന്റെ പൈസ കൂടി മേടിച്ച് തരണേ. എന്തിനു? ജീപ്പിൽ നിന്നും നിന്നതിൽ മറിച്ചാണ് ഞാൻ ഈ ഡബിൾ മുണ്ട് മേടിച്ചത്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സന്തോഷത്തിന് പകരമായി നിനക്ക് എന്ത് പാരിതോഷികം വേണം? ചോദിക്കാം. ഞാൻ ചോദിച്ചാൽ അത് അധികപ്പെട്ടാകുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ധൈര്യമായിട്ട് ചോദിക്കാം. ഇച്ചിരി കപ്പലിനെ തരാമോ? ഈ കയ്യിലിട്ട് തൊരി കളയുന്ന ഇച്ചിരി കപ്പലിനെ തരാം. ഞാനത് മറന്നുപോയി. അതല്ലാതെ നിനക്കെന്ത് പാരിതോഷികം വേണമെന്ന് പറ. ഞാൻ ചോദിച്ചാൽ വീണ്ടും ഒന്ന് തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ധൈര്യമായിട്ട് ചോദിക്കാം. ഓസി കാലം നടിപ്പിച്ചു വെച്ച് അടങ്ങി അവിടെ ഒന്ന് നിൽക്കാമോ? അതുകൊണ്ട് എനിക്ക് തന്നെ എനിക്ക് സമയം കളയാത്ത തുണിയെടുക്കാം. ഇപ്പൊ തുണി എടുക്കാൻ പറ്റത്തില്ല. അതെന്താ? ഇപ്പൊ എടുത്താ പിന്നെ ഓണത്തിന് എടുക്കണ്ടേന്ന്. അത് എനിക്ക് മാത്രമാണെ പോട്ടെ, ഞങ്ങളുടെ അമ്മയുണ്ട്, ചിറ്റപ്പനുണ്ട്, മാമി, എല്ലാവർക്കും എടുക്കണം. അതന്നെയല്ല ഞാൻ ഇത്തരം കാലം ബോസിന്റെ കീഴിലല്ലേ പണിയെടുത്തത്. അപ്പൊ ഓണമായിട്ട് ബോസിന് ഒരു വെള്ളത്തോർത്ത് ഒരു കള്ളിമുണ്ട് മേടിച്ചു തരേണ്ട കടമ എനിക്കല്ലേ.